പാലക്കാട്ടെ പാർട്ടി ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണ് CPM. ആ പൊട്ടിത്തെറിയിൽ വലിയ വലിയ മീനുകളും പരൽ മീനുകളും ഒക്കെ സമീപത്ത് എന്താണ് CPM-ന് വേണ്ടാത്തവരും CPM-ന് വേണ്ടാത്തവരും വരുമ്പോൾ അത് സ്വീകരിക്കുക എന്നുള്ള പ്രാഥമികമായിട്ടുള്ള കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. PK ശശി എന്നല്ല, പാലക്കാട് ജില്ലയിലെ CPM-ൽ വലിയ പൊട്ടിത്തെറി ആസന്നമായിരിക്കുക. ആഭ്യന്തര കലാപം കൊണ്ട് അസ്വസ്ഥമായുള്ളൊരു പാർട്ടിയാണ് പാലക്കാട്ടെ CPM. അതിന്നല്ല, കുറച്ച് മാസങ്ങളായി, കഴിഞ്ഞ വർഷങ്ങളായിട്ട് പാലക്കാട്ടെ CPM-ൽ വലിയ അഭിപ്രായ ഭിന്നതയുണ്ട്. ജില്ലാ നേതൃത്വത്തിനെതിരായിട്ടുണ്ട്. CPM-ന്റെ നയങ്ങളിൽ വളരെ വൈരുദ്ധ്യമായിട്ടുള്ള നയങ്ങളോട് മുന്നോട്ട് പോകുമ്പോൾ അതിനോട് എതിർപ്പുണ്ട്. ഏറ്റവും താഴെ തട്ട് തൊട്ട് മുകൾ തട്ട് വരെ വലിയ അഭിപ്രായ വ്യത്യാസമുള്ള പാർട്ടിയാണ് പാലക്കാട്ടെ CPM. അപ്പോൾ വരും ദിവസങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ പരാമർശിച്ച വ്യക്തിയാകണമെന്നില്ല, പല പ്രമുഖ വ്യക്തികളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്, നടത്തി വരുന്നുണ്ട്. ഈ CPM-ലെ അഭിപ്രായ ഭിന്നത അത് അവസരത്തിനൊത്ത് അതിന് അനുസൃതമായുള്ള പ്രവർത്തനം കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാവും. ഈ PK ശശി എന്ന് പറയുന്നത് പാർട്ടിക്കുള്ളിൽ, ഇപ്പോൾ അവരുടെ പാർട്ടിക്കുള്ളിലാണെങ്കിൽ കൂടി ലൈംഗിക ആരോപണങ്ങൾ നേരിട്ട ആളാണ്. പാർട്ടി ഒരു സമിതി വരെ വെച്ച് അന്വേഷണം നടത്തിയ ആളാണ്. അപ്പോൾ അതൊരു അയോഗ്യതയായിട്ട് പാർട്ടി കാണുന്നില്ലേ? ഞാനൊരു കാര്യം പറഞ്ഞു, അവരുടെ പാർട്ടിക്കകത്തുള്ള ആഭ്യന്തര കാര്യങ്ങളെക്കുറിച്ചൊന്നും അന്വേഷിക്കൽ ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല. പിന്നെ അദ്ദേഹത്തിനെതിരായുള്ള ആരോപണം പാർട്ടി അന്വേഷിക്കുന്നു പറഞ്ഞു, അത് തന്നെ നിയമവിരുദ്ധമാണ്. കാരണം നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനം ഒരു വ്യക്തി ചെയ്താൽ അത് ചെയ്യേണ്ടത് നിയമത്തിൻ്റെ മുമ്പാണ് കൊണ്ടുവരേണ്ടത്. നീതിന്യായ വ്യവസ്ഥയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട്, നിയമവ്യവസ്ഥയെ കാറ്റിൽ പറത്തിക്കൊണ്ട് കേരളം ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് നേതൃത്വം നൽകുന്ന ഒരു പാർട്ടി ചെയ്താന്ന് വെച്ചാൽ അത് തന്നെ നിയമവിരുദ്ധമാണ്, സംഘടനാ വിരുദ്ധമാണ്, പൊതുസമൂഹത്തിന് ചേർന്നതല്ല CPM ചെയ്യുന്നത്. അതിൽ പോലും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അത്തരത്തിലൊരു ക്രിമിനൽ ഒഫൻസ് ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ അവരെ നിയമത്തിൻ്റെ മുമ്പിൽ, നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പിൽ കൊണ്ടുവരേണ്ടതിന് പകരം സ്വയം പാർട്ടി കോടതിയായി നീതിന്യായ വ്യവസ്ഥ നടപ്പിലാക്കുന്നു പറയുന്നതിൽ ഒരു കാരണവശാലും ഒരു ജനാധിപത്യ സമൂഹത്തിൽ യോജിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മുതൽ തന്നെ PK ശശിയെ കോൺഗ്രസ് പാളത്തിൽ എത്തിക്കാൻ കോൺഗ്രസ് ശ്രമം നടത്തുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന VK ശ്രീകണ്ഠനാണ്. VK ശ്രീകണ്ഠൻ പല സമയത്തും PK ശശിയുമായി ചർച്ച നടത്തി. അങ്ങനെയുള്ള പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ഇതിന് യാതൊരു ബന്ധവും. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് CPM-ൽ വലിയ അസ്വസ്ഥത പടരുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സംസ്ഥാന കമ്മിറ്റിയിലുണ്ടായിരുന്നവരെ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് വരെ തരം താഴ്ത്തിയത് അറിയാം. ആ പാർട്ടിയിലെ അനഭിലഷണീയമായിട്ടുള്ള ഒരുപാട് പ്രവണതകൾക്കെതിരെ പ്രതികരിച്ചവരെയൊക്കെ സൈഡ് ലൈൻ ചെയ്യുകയാണ്, മൂലക്കിരുത്തുകയാണ് CPM ചെയ്യുന്നതെന്നുള്ള വ്യാപകമായ അഭിപ്രായമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ചെയ്യേണ്ട ജോലി എന്താണ്? CPM-ന് വേണ്ടാത്തവരും അതുപോലെ CPM-നോട് എതിർപ്പുള്ളവർ, ഈ രണ്ട് വിഭാഗം വളരെ അധികമായിട്ട് പാർട്ടീൻ്റെ അകത്തും ഉണ്ടായിരിക്കുക. അപ്പോൾ പാർട്ടിയെ വേണ്ടാത്തവരും പാർട്ടിക്ക് വേണ്ടാത്തവരുമായ ആളുകളിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. കാരണം പൊതുസമൂഹത്തിൽ പ്രവർത്തിച്ച ആളുകളാണ്. അങ്ങനെ CPM-ൽ നിന്നും ഭിന്നിച്ചു വരുന്നവരെ തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടി ശശി കരുത്തനാണെന്ന് തോന്നുന്നുണ്ടോ? പാലക്കാട് ജില്ലയിലെ അദ്ദേഹം മാത്രമല്ല, നിങ്ങൾ അദ്ദേഹത്തിലേക്ക് മാത്രം കേന്ദ്രീകരിക്കേണ്ട, പല പ്രമുഖ വ്യക്തികളും CPM വിട്ട് വരാൻ തയ്യാറായിരിക്കുകയാണ്. ഇപ്പം ഇത്രയും പറയുന്നത് പ്രമുഖ നേതാക്കൾ തൊട്ട് സാധാരണ പ്രവർത്തകർ വരെ വലിയ അസ്വസ്ഥരാണ്. പാലക്കാട്ടെ പാർട്ടി ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണ് CPM. ആ പൊട്ടിത്തെറിയിൽ വലിയ വലിയ മീനുകളും പരൽ മീനുകളും ഒക്കെ സമീപത്ത് പുറത്തു വരും. ക്ഷണിക്കൽ കൂടി ആയില്ലേ ഇത്? തീർച്ചയായിട്ടും അവരെ സ്വീകരിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരു മടിയില്ല. ഞാൻ നേരത്തെ CPM-ന് വേണ്ടാത്തവർ ഞാൻ പറഞ്ഞല്ലോ, ശശി ഉൾപ്പെടെയുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട്. അഭിപ്രായ വ്യത്യാസം കൊണ്ടും പാർട്ടി സൈഡ് ലൈൻ ചെയ്തവരുമായിട്ട് അസ്വസ്ഥരായിട്ടുള്ള വലിയൊരു വിഭാഗം പാർട്ടിക്കകത്തുണ്ട്. അവരെ വരാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യും. പാർട്ടിക്കകത്ത് പ്രശ്നങ്ങൾ പറഞ്ഞു, ചർച്ച നടത്തി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, അത് വെളിപ്പെടുത്തേണ്ട സമയമായിട്ടില്ല.